നമസ്കാരം. ആസാദി യുണൈറ്റഡ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മണ്ണിടിച്ചിൽ മരണം 4 രക്ഷാപ്രവർത്തനത്തിന് NDRFിന്റെ സംഘം എത്തി. വയനാട്ടിൽ നാളെ അവധി. മണ്ണിടിച്ചിലിന്റെ ഉത്തരവാദിത്തം കൊങ്കൺ റെയിൽവേക്ക്. മന്ത്രി PK ബഷീർ. മേപ്പാടി മണ്ണിടിച്ചിൽ ടാങ്കർ ലോറി വരെ ഒലിച്ചുപോയി. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മേപ്പാടി ദുരന്തം ഞെട്ടിപ്പിക്കുന്നത് സർക്കാരിന്റെ നടപടികൾക്ക് പിന്തുണ. പിണറായി. ഓടുന്നതിനിടെ ചെളി വന്ന് മൂടിയപ്പോൾ വീണു. ലോറിയുടെ അടിയിൽപ്പെട്ടു. മണ്ണിടിച്ചിലിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദമ്പതികൾ. KSRTC ബസ്സിൽ നിന്നും തെറിച്ചു വീണ് കണ്ടക്ടർക്ക് പരിക്ക്. ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസവും പ്രതീക്ഷകളും കാത്തുസൂക്ഷിക്കും PSC. സ്വന്തം ഡയറി വില്ലനായി 300 കോടിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തെലങ്കാന DSP പിടിയിൽ. മെറോനോ മാജിക്. പോർച്ചുഗലും ഔട്ട്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മണ്ണിടിച്ചിലിൽ മരണം 4. രക്ഷാപ്രവർത്തനത്തിന് NDRFിന്റെ സംഘമെത്തി. വയനാട്ടിൽ നാളെ അവധി. വീണ്ടും നോവായി വയനാട്. മേപ്പാടിയിൽ മണ്ണിടിഞ്ഞ് മരിച്ചവരുടെ എണ്ണം 4. കനത്ത മഴയിൽ വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷി പാലത്തിലുണ്ടായ മണ്ണിടിച്ചിലിലാണ് 4 പേരുടെ ജീവൻ നഷ്ടമായത്. 9 പേരെ രക്ഷപ്പെടുത്തി. 5 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അടിഞ്ഞുകൂടിയ ചെളി മാറ്റിയുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. NDRFിന്റെ 2 സംഘങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തുരങ്കപാതയുടെ നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും ശക്തമാക്കിയിട്ടുണ്ട്. ചിലർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. ഇതിനിടെ വയനാട്ടിൽ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ കനത്ത സാഹചര്യത്തിൽ വയനാട്ടിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രിമാരായ T സിദ്ദീഖും അനിൽകുമാറും ജില്ലയിലെത്തുന്നുണ്ട്. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിയും മണ്ണിടിച്ചിലിൽ തകർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനിടെ മേപ്പാടി SIക്കും പരിക്കേറ്റു. ഇദ്ദേഹത്തെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനിടെ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മണ്ണ് നീക്കിയില്ലെങ്കിൽ അപകടമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയ രേഖകൾ പുറത്തുവന്നു. കൂട്ടിയിട്ട മണ്ണ് ഉണ്ടാക്കാൻ പോകുന്ന അപകടാവസ്ഥയെക്കുറിച്ച് ഉദ്യോഗസ്ഥ സംഘം രേഖകളിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദുരന്തത്തിൽ കരാർ കമ്പനിക്ക് വീഴ്ച പറ്റിയെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയത്. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മന്ത്രി T സിദ്ദീഖും പറഞ്ഞു. പ്രതിപക്ഷം സർക്കാരിന്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അനാസ്ഥ പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴ. വയനാട് കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട്. അതിതീവ്ര മഴ തുടരുന്നതിനാൽ വയനാട് കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. മണ്ണിടിച്ചിൽ അപകടമുണ്ടായ മേപ്പാടിയിൽ ഇന്നലെ 250 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിനും വെല്ലുവിളിയാകുന്നു. മണ്ണിടിച്ചിലിന്റെ ഉത്തരവാദിത്വം കൊങ്കൺ റെയിൽവേക്ക്. മന്ത്രി PK ബഷീർ. വയനാട് മേപ്പാടിയിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ ഉത്തരവാദിത്തം തുരങ്ക നിർമ്മാണ കമ്പനിയായ കൊങ്കൺ റെയിൽവേക്കെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. മണ്ണിടിച്ചിലിൽ PWDയെ കുറ്റം പറയരുത്. PWD ഇതിന്റെ ഭാഗമല്ല. എല്ലാ അനുമതിയും നൽകിയ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണെന്നും PK ബഷീർ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ മണ്ണ് കൂട്ടിയിട്ടതാണ് വലിയ ദുരന്തത്തിന് കാരണമായതെന്ന് കൃഷിമന്ത്രി T സിദ്ദീഖും പറഞ്ഞു. മേപ്പാടി മണ്ണിടിച്ചിൽ ടാങ്കർ ലോറി വരെ ഒലിച്ചുപോയി. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വയനാട് മേപ്പാടിയിലുണ്ടായ മണ്ണിടിച്ചിലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വെള്ളവും മണ്ണും ചേർന്ന് ശക്തമായി താഴേക്ക് പതിക്കുന്ന CCTV ദൃശ്യമാണ് പുറത്തു വന്നത്. ടാങ്കർ ലോറി അടക്കം മണ്ണിനും ചെളിക്കും ഒപ്പം ഒലിച്ചു വരുന്നതും ഓടി രക്ഷപ്പെടുന്ന ആളുകളെയും ദൃശ്യങ്ങളിൽ കാണാം. വായനാ പക്ഷാചരണം സമാപനവും IV ദാസ് അനുസ്മരണവും.
കൂണ്ടാളി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണ സമാപനത്തിന്റെ ഭാഗമായി ഐ.വി. ദാസ് അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് പി കെ വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ CM രാജീവൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചതിനുള്ള വായന അവാർഡ് ലഭിച്ച CA രശ്മി ടീച്ചർക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ദിവിൻ പുരസ്കാരം കൈമാറി. CA രശ്മി ടീച്ചർ പ്രതിപാദനം നടത്തി. SSLC +2 ഉന്നത വിജയിക്കുള്ള ഉപഹാരം CM രാജീവ് മാസ്റ്റർ വിതരണം ചെയ്തു. സെക്രട്ടറി പി കരുണാകരൻ സ്വാഗതവും C സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. മോട്ടോർ തൊഴിലാളികൾ റെയിൽവേ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. വർദ്ധിപ്പിച്ച ഇന്ധനവില വെട്ടിക്കുറക്കും, അശാസ്ത്രീയമായ ഇൻഷുറൻസ് പ്രീമിയം നിരക്ക് കുറക്കുക, 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന കേന്ദ്ര നയം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ അടിസ്ഥാനം സംഘടിപ്പിക്കുന്ന സമരത്തിന്റെ ഭാഗമായി വിവിധ മേഖലയിലെ മോട്ടോർ തൊഴിലാളികൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഓട്ടോറിക്ഷ, ടാക്സി, ലൈറ്റ് മോട്ടോർ ഗുഡ്സ്, സ്വകാര്യ ബസ്, KSRTC, ഓട്ടോമൊബൈൽ, ഓട്ടോ കൺസൾട്ടന്റ്, സ്കൂൾ ബസ് ഡ്രൈവർ, വീൽ അലൈൻമെന്റ് ചെക്കിംഗ് ഇൻസ്പെക്ടർ രംഗത്തെ തൊഴിലാളികളാണ് കണ്ണൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് സംസ്ഥാന സെക്രട്ടറി പരാണ്ടി മനോജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കാരായി രാജൻ MLA അധ്യക്ഷത വഹിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി UV രാമേന്ദ്രൻ, ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് P പുരുഷോത്തമൻ, ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ CA2 ജില്ലാ സെക്രട്ടറി T അശോകൻ, മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി VV പുരുഷോത്തമൻ, KSRTA ജില്ലാ സെക്രട്ടറി VK മനോജ്, ഓട്ടോമൊബൈൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PV ബിലേഷ്, ഓട്ടോ കൺസൾട്ടന്റ് ജില്ലാ പ്രസിഡന്റ് പച്ച സജീവൻ, സ്കൂൾ ബസ് വർക്കേഴ്സ് യൂണിയൻ സെക്രട്ടറി CC സുരേന്ദ്രൻ, ഡ്രൈവിംഗ് സ്കൂൾ ബസ് യൂണിയൻ സെക്രട്ടറി സൈദലവി, CA2 ജില്ലാ ഭാരവാഹികളായ CH ഹരിദാസൻ മാസ്റ്റർ, YY മത്തായി, A പ്രേമരാജൻ, A ചന്ദ്രൻ, AV പ്രകാശൻ, മാണിക്കൂത്ത് രവി എന്നിവർ സംസാരിച്ചു. ജീവിതവുമായിട്ട് അതിനെന്ത് ബന്ധം? എന്നാൽ യുദ്ധം അടുക്കളയിൽ മാത്രമല്ല, തെരുവുകളിൽ മനുഷ്യന്റെ ജീവിതത്തെ, തൊഴിലാളികളുടെ, മോട്ടോർ മേഖലയിലെ തൊഴിലാളികളുടെ ജീവിതത്തെയും എത്രയെത്ര സാരമായി ഭീകരമായിട്ടാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ അനുഭവം നമ്മൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ക്രമാതീതമായ വിലവർദ്ധനവ്, ഇന്ധനത്തിന് ചുമത്തിക്കൊണ്ട് ഇതെല്ലാം തന്നെ വൻകിട കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുത്ത് ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോഴും നമ്മുടെ രാജ്യത്ത് വില കൂടിക്കൊണ്ടിരിക്കുന്ന, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമെന്ന നിലയിലാണ് ഇന്നിവിടെ കണ്ണൂരിൽ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഇത്തരമൊരു മാർച്ചും ധർണയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കൂരിന്മേൽ കുരുവെന്നോണം ഇപ്പോൾ സ്വകാര്യ ബസ് വ്യവസായത്തെയും ബാധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളാണ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തോറ്റു എന്നറിഞ്ഞപ്പോൾ പടക്കം പൊട്ടിച്ച ആളുകൾ പോലും ഇന്ന് അതിന്റെ ദുരന്തം അനുഭവിക്കുകയാണ്. സ്വകാര്യ പൊതു ഗതാഗതത്തെ താറുമാറാക്കുന്ന, തകർക്കുന്ന സമീപനം ഇന്ന് ആ മേഖലയിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതു സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി വിലവർദ്ധനവിനനുസരിച്ച് ന്യായമായ ചാർജ് വർധന ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിരവധിയായ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരത്തിൽ അണിചേർന്ന എല്ലാ വിഭാഗം തൊഴിലാളി സുഹൃത്തുക്കളെയും സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ഫെഡറേഷന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള മേപ്പാടി ദുരന്തം ഞെട്ടിപ്പിക്കുന്നത്, സർക്കാരിന്റെ നടപടികൾക്ക് പിന്തുണ പിണറായി. വയനാട് മേപ്പാടിയിലുണ്ടായ ദുരന്തം അങ്ങേയറ്റം ദാരുണ്യവും ഞെട്ടിപ്പിക്കുന്നതുമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണം. പരിക്കേറ്റവർക്ക് സർക്കാർ സൗജന്യമായ വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനം തുടരാനും അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാനുമുള്ള ഘട്ടമാണിത്. മണ്ണിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ പേരെയും പുറത്തെടുക്കാൻ അടിയന്തരമായ നടപടികൾ ആവശ്യമാണ്. സർക്കാരിൻ്റെയും ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾ പിന്തുണ അറിയിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട
അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വീഴ്ചയും കുറ്റകരമായ അനാസ്ഥയും ഉണ്ടായിട്ടുണ്ടോ എന്ന ഗൗരവപൂർവമായ പരിശോധന ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓടുന്നതിനിടെ ചെളി വന്ന് മൂടിയപ്പോൾ വീണു. ലോറിയുടെ അടിയിൽപ്പെട്ട് മണ്ണിടിച്ചിലിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ദമ്പതികൾ. വയനാട് മേപ്പാണ്ടി കല്ലാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുന്നു. വെള്ളവും മണ്ണും ഇടിഞ്ഞ് താഴേക്ക് വരുന്നതിനിടെയും ടാങ്കർ ലോറി അടക്കമുള്ള വാഹനങ്ങൾ ഒലിച്ചു പോകുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നു. 7 പേരെ അപകടത്തിൽ കാണാതായതായാണ് വിവരം. വലിയ ശബ്ദമൊന്നും കേട്ടില്ലെന്നും പെട്ടെന്ന് മണ്ണിടിഞ്ഞ് വരികയായിരുന്നുവെന്നും മണ്ണിടിച്ചിലിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട തോട്ടം തൊഴിലാളികളായ ദമ്പതികൾ പറഞ്ഞു. മീനാക്ഷി എസ്റ്റേറ്റിലെ തൊഴിലാളികളായ ദമ്പതികൾ മേപ്പാടിയിലേക്ക് പോകാനാണ് ബസ് സ്റ്റോപ്പിലെത്തിയത്. ഇവർ നിൽക്കുന്നതിനിടെ പെട്ടെന്ന് മുകളിൽ നിന്നും മണ്ണ് ഒലിച്ചു വരികയായിരുന്നു. മണ്ണ് ഒലിച്ചു വരുന്നത് കണ്ട് പെട്ടെന്ന് കണ്ടതുകൊണ്ട് ഓടിയതോടെയാണ് രക്ഷപ്പെടാൻ സാധിച്ചത്. എങ്കിലും വീണു. ശക്തമായ മണ്ണിടിച്ചിലിൽ ഒഴുകി വന്ന ലോറിയുടെ അടിയിലേക്ക് വീഴുകയായിരുന്നു. ചെളിയിലും മണ്ണിലും പുതഞ്ഞു പോയി. ശരീരത്തിൽ പരിക്കുകൾ പറ്റിയെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, ദമ്പതികൾ പറയുന്നു. പ്രദേശത്ത് ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയില്ലെന്നും ഇവർ പറഞ്ഞു. ടാങ്കർ ലോറി അടക്കം മണ്ണിനും ചെളിക്കുമൊപ്പം ഒലിച്ചു വരുന്നത് ഓടി രക്ഷപ്പെടുന്ന ആളുകളെയും ദൃശ്യങ്ങളിൽ കാണാം. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് കല്ലാടി മീനാക്ഷി പാലത്തിനടുത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. അപകടത്തിൽ 4 പേർ മരിച്ചു, 7 പേരെ കാണാതായി. മണ്ണിടിച്ചിലിൽ പ്രദേശത്തുള്ള വീടുകളിലെ ആളുകളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. ചുളിക്ക ഗവൺമെന്റ് LP സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. അപകട സാധ്യതയുള്ള മേഖലയിൽ നിന്നും ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറുന്നുണ്ട്. മേപ്പാടിയിൽ നിർമ്മാണം നടക്കുന്ന സമീപത്തെ മണ്ണെടുത്ത പ്രദേശത്ത് നിന്നും വലിയ തോതിൽ മണ്ണ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് വാഹനങ്ങൾ കുടുങ്ങുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. NDRF, പോലീസ്, ഫയർഫോഴ്സ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പ്രദേശത്ത് മഴ തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തന വെല്ലുവിളിയെ സാഹചര്യത്തിലാണ് നടക്കുന്നത്. KSRTC ബസ്സിൽ നിന്നും തെറിച്ചു വീണ കണ്ടക്ടർക്ക് പരിക്ക്. സൗജന്യ യാത്ര ബസ്സിലെ വൻ തിരക്കിനെ തുടർന്ന് തെറിച്ചു വീണ് കണ്ടക്ടർക്ക് പരിക്കേറ്റു. KSRTC വടക്കാഞ്ചേരി സബ് ഡിപ്പോയിലെ കണ്ടക്ടർ ആലത്തൂർ വാനൂർ K സെയ്ഖ് മുഹമ്മദ് 42 പരിക്കേറ്റത്. സെയ്ദിനെ ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 8 ആഴക്കാട് മന്ദത്തിന് സമീപത്താണ് സംഭവം. ഒറ്റപ്പാലം നിന്നും കീഴക്കാഞ്ചേരി പണ്ടങ്ങാംകോട്ടിലേക്ക് പോവുകയായിരുന്നു. KSRTC പ്രിയദർശിനി ബസ്സിലെ തിരക്കിലാണ് അപകടത്തിന് കാരണമായത്. ബസ്സിൽ തിരക്ക് കൂടിയതോടെ പിൻവാതിലിന് അടുത്ത് നിന്ന് ടിക്കറ്റ് കൊടുത്തു കൊണ്ടുവരുന്ന കണ്ടക്ടർ വാതിൽ തുറന്ന് പുറത്തേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് 100ഓളം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. ഒറ്റപ്പാലത്ത് നിന്നും പുളിങ്കുടം വരെ 138 പേർക്ക് ടിക്കറ്റ് നൽകിയിരുന്നു. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസവും പ്രതീക്ഷകളും കാത്തു സൂക്ഷിക്കും. PSC സ്വാതന്ത്ര്യവും സുതാര്യവും ഭരണഘടനയിൽ അധിഷ്ഠിതമായ മാർഗനിർദ്ദേശങ്ങളും കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള കീഴ്വഴക്കങ്ങളും അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നതെന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. കമ്മീഷന്റെ പാരമ്പര്യത്തിനും വിശ്വസ്തതയ്ക്കും യശസ്സിനും നേരെ ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും PSC വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ആയിരക്കണക്കിന് തസ്തികകളിലേക്കുള്ള നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവം ഉണ്ടാകുന്ന പിശകുകൾ കണ്ടെത്തിയാൽ ഏതറ്റം വരെയും പോയി അവ തിരുത്തി കൃത്യവും ശാശ്വതവുമായി പരിഹരിച്ച് നിയമപ്രക്രിയയെ ഭദ്രമാക്കുക എന്നതാണ് കമ്മീഷൻ അനുവർത്തിക്കുന്ന രീതി. ഇത്തരം പിശകുകളെ പാർവതീകരിക്കുന്നതിൻ്റെ രീതിയിൽ നിന്നും മാധ്യമങ്ങൾ വിട്ടുനിൽക്കണം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളിൽ അനുവർത്തിക്കേണ്ട കാരണം ഉയർന്നുവരുന്ന ആരോപണങ്ങളുടെ പ്രതികരണങ്ങൾക്ക് കമ്മീഷൻ പരിമിതിയുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികൾ
PSCയിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനും പ്രതീക്ഷകൾക്കും ഒരു കോട്ടവും തട്ടാതെ കാത്തു സൂക്ഷിക്കും. വിശദമായ ചർച്ചകൾക്ക് ശേഷം രൂപം കൊള്ളുന്ന ഏത് തീരുമാനവും ഏകകണ്ഠവും ഭരണഘടനയിൽ അധിഷ്ഠിതവുമാണ്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ യോഗത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി എന്ന പ്രചാരണം അവാസ്തവമാണ്. PSCക്കെതിരെ പലതരത്തിലുള്ള പ്രചാരണ വേലകൾ നടക്കുമ്പോഴും കമ്മീഷനും ജീവനക്കാരും അനുനിമിഷം ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ നടപടികളിൽ വ്യാപ്തമായിരിക്കുകയാണ്. PSCക്കെതിരായ അസത്യങ്ങളെ കണ്ടുപിടിച്ച് നടത്തുന്ന പ്രചാരണങ്ങൾ ഖേദകരമാണെന്നും കുറിപ്പിൽ പറയുന്നു. സ്വന്തം ഡയറി വില്ലനായി 300 കോടിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തെലങ്കാന DSP പിടിയിൽ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തെലങ്കാന ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഭീം റെഡ്ഡി പിടിയിൽ. 300 കോടിയുടെ സ്വത്ത് ഇയാൾ സമ്പാദിച്ചതായും കണ്ടെത്തലിനെ തുടർന്നാണ് DSP അഴിമതി വിരുദ്ധ ബ്യൂറോ അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഇയാൾ ഹൈദരാബാദിലെ പോലീസ് കമ്പ്യൂട്ടർ സർവീസസിൽ ജോലി ചെയ്തു വരികയാണ്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് DSP അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 2-ന് DSPയുടെ വസതിയിലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ബിനാമികളുടെയും വീടുകൾ ഉൾപ്പെടെ തെലങ്കാനയിലും കർണാടകയിലും 16 സ്ഥലങ്ങളിൽ SB പരിശോധന നടത്തിയിരുന്നു. ഭീം റെഡ്ഡി സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു ഡയറിയാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. സർവീസ് കാലയളവിൽ അഴിമതിയിലൂടെയും വഴിവിട്ട മാർഗങ്ങളിലൂടെയും ഇദ്ദേഹം സ്വത്ത് സമ്പാദിച്ച് സ്വത്ത് വിവരങ്ങൾ ഭീം റെഡ്ഡി തന്റെ ഡയറിയിൽ കുറിച്ചിരുന്നു. തന്റെ സ്വത്തുക്കൾ, നിക്ഷേപങ്ങൾ, കടബാധ്യതകൾ, ബിനാമികളുടെ പേരുകൾ എന്നിവയാണ് ഡയറിയിൽ കുറിച്ചിരുന്നത്. കൂടാതെ ഡയറിയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ വാട്സപ്പ് വഴി തന്റെ 2 മക്കൾക്കും ഇദ്ദേഹം അയച്ചു കൊടുത്തിരുന്നു. ഹൈദരാബാദിലെ വിവിധ ഇടങ്ങളിലായി വില്ലകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ, വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവ ഇയാൾ സ്വന്തമാക്കിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. തെലങ്കാനയിലും കർണാടകയിലുമായി 44 ഏക്കറിലധികം കൃഷിഭൂമി ഇദ്ദേഹത്തിനുണ്ട്. പരിശോധനയിൽ 2 കിലോ സ്വർണ്ണാഭരണങ്ങളും 20 കിലോ വെള്ളിയും കണ്ടെടുത്തു. ഇദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും 3.25 ലക്ഷം രൂപയും ബിനാമിയുടെ വീട്ടിൽ നിന്നും 40 ലക്ഷം രൂപയും പിടിച്ചെടുത്തു. ബാങ്ക് അക്കൗണ്ടുകളിലായി ഏകദേശം 19 ലക്ഷം രൂപയും ബാലൻസും കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീ രാഘവേന്ദ്ര റോക്ക് സാൻഡ് മിനറൽസ് എന്ന സ്ഥാപനങ്ങളിൽ 75 ലക്ഷം രൂപയുടെ നിക്ഷേപവും കണ്ടെത്തി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. മെറിനോ മാജിക് പോർച്ചുഗലും ഔട്ട്. പോർച്ചുഗലിന്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും സ്വപ്നം തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ. പകരക്കാരൻ മിക്കൽ മെറിനോ നേടിയ ഒറ്റ ഗോളിലാണ് യൂറോ ചാമ്പ്യന്മാരുടെ ജയം. യൂറോപ്പിലെ കരുത്തന്മാരുടെ പോരാട്ടം പ്രതീക്ഷിച്ച കളി നിലവാരത്തിൽ എത്തിയില്ല. തുടക്കത്തിൽ സ്പെയിന് കിട്ടിയ സുവർണാവസരം മിക്കേൽ ഓയർബസാൽ ഗോൾ കീപ്പർ ദ്യോഗ ക്രോസ്റ്റ മാത്രം മുന്നിൽ നിൽക്കെ പുറത്തടിച്ചു പാഴാക്കി. ലമീൻ യമാലിന്റെയും അലക്സ് ബയോനിയുടെയും ഷോട്ടുകളും കോസ്റ്റ് തടഞ്ഞു. 19-കാരൻ യമീലിന് കളിയിൽ തിളങ്ങാനാകാത്തത് സ്പാനിഷ് നീക്കങ്ങളുടെ വേഗം കുറച്ചു. പോർച്ചുഗൽ പ്രതിരോധിക്കാൻ ന്യൂനോ മൈൻസ് ലാമലിന്റെ പൂട്ടി. മറുവശത്ത് റൊണാൾഡോയുടെ ഗോൾ ശ്രമം സ്പാനിഷ് ഗോൾ കീപ്പർ ഉനായ് സിമോൺ പിറന്നുപിടിച്ചു. അവസാന ലോകകപ്പ് മത്സരത്തിൽ റൊണാൾഡോയ്ക്ക് സ്വാധീനമുണ്ടാകുകയില്ല. പോർച്ചുഗൽ മുന്നേറ്റ നിരയിൽ 41-കാരൻ പലപ്പോഴും ഒറ്റപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം കളിയുടെ വേഗം പിന്നെയും കുറഞ്ഞു. ഇരു ടീമുകളും സൂക്ഷിച്ചു കളിച്ചു. ഇതിനിടെ മെൻറ്റസ് പരിക്കേറ്റ് മടങ്ങിയിൽ പോർച്ചുഗലിനെ ബാധിച്ചു. കോച്ച് റോബർട്ട് മാർട്ടിബസ് വിറ്റാനിയെയും ജോയോ ഫെലിക്സിനെയും പിൻവലിച്ചു. റാഫേൽ ലിയാവോയും ബെർണാഡോ സിൽവയും എത്തി. പക്ഷേ പോർച്ചുഗലിന്റെ കളിയിൽ മാറ്റമുണ്ടായില്ല. മറുവശത്ത് സ്പാനിഷ് കോച്ച് ലൂയിസ് ഡെ ലാ ഫ്യൂനെക് ഫെറൻ ടോറസിനെയും മെറിനോയെയും കൊണ്ടുവന്നു. കളിഗതി മാറ്റിയ നീക്കമായി അത് മാറി. പരിക്കു സമയത്തിന്റെ ആദ്യ മിനിറ്റിൽ മെറിൻറ്റയുടെ ഫ്രീക്കിക്കിൽ നിന്നും ഗോളിന്റെ അടക്കം ടോറസിലേക്ക് തുട്ടിപ്പെറിഞ്ഞു മുന്നോട്ട് നീങ്ങി. ഗോൾ മുഖത്തേക്ക് ടെറിച്ചോടെ പാസ് കോസ്റ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ മുൻപ് മെറിനോ വലകുലുക്കി കളത്തിറങ്ങി. 6-ാം മിനിറ്റിലാണ് ആൻസൽ താരത്തിന് ഗോൾ. റൊണാൾഡോ നിലയെത്തി. 2010 ശേഷം സ്പെയിനിന്റെ ആദ്യ ക്വാർട്ടറാണ്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.